ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പപ്സ് അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇത് വീട്ടിലുണ്ടാക്കുമ്പോഴത്തേക്ക് അതേ ക്രിസ്പിനെസ്സും ഒക്കെ അത് നമുക്ക് അകമൊക്കെ നല്ല ലെയറോട് കൂടി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഷേപ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഫില്ലിങ് ഏത് വേണമെങ്കിലും നമുക്ക് എഗ്ഗിൻ്റെയോ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഏത് ഫില്ലിങ് വേണമെങ്കിലും എടുത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കീഡു ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി ഒരുപാട് ഇഷ്ടപ്പെട്ടു. വീട്ടിലെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിൽ മൈദയാണ്. നമുക്കിത് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് പപ്സ് വാങ്ങുമ്പോൾ അത് മൈദയിലാണല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് അളവിൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സൈസിലുള്ള പപ്സ് അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10 എണ്ണം എന്ന അളവിലാണ് ഈ ഇത്രയും അളവിലുള്ള പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് നമ്മൾ ഗോതമ്പ് മാവ് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കല്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ലിങ് തയ്യാറാക്കുന്ന അത്രയും സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട. ഇത് നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയായിട്ട് ഒരാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു സവോളയാണ്, ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിനകത്തുള്ള ഫില്ലിങ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടമാണ് ഏത് ഫില്ലിങ് ചേർക്കണമെന്നുള്ളത്. ചിക്കൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും പനീറായാലും ഇനി വെജിറ്റബിൾ ആയിട്ടാണെങ്കിൽ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഒരുപാട് എരിവ് വേണ്ട, അവർക്ക് ഒരുപാട് എരിവായാലും അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ പൊടിയൊക്കെ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഞാനിത് സാധാ മുളക് പൊടിയാണ് ചേർത്തത്. കാശ്മീരി ആണെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയിടുക. ഒരു 3/4 ടീസ്പൂണോളം അളവിൽ മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല ഒരു 3/4 ടീസ്പൂണ്, അല്ലെങ്കിൽ ഗരം മസാല ആണെങ്കിൽ ഒരല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടിയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇനി വേണമെങ്കിൽ മിക്സിങ്ങിനകത്ത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫില്ലിംഗ് അല്ല തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വന്ന സമയം ഞാനിതിലേക്ക് നന്നായിട്ട് വേവിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത്. അപ്പോൾ അതും കൂടി ഇട്ട് ഇതിനി എല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ്ങിന് ഒരുപാട് സ്പൈസി ഒന്നുമല്ല, ഒരു ചെറിയ എരിവ് അത്രത്തോളമേ ഉള്ളൂ. പിന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കൂടുതലും ഒനിയൻ ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ തന്നെ ഫില്ലിംഗ് ആയതുകൊണ്ട് ചിക്കൻ കൂട്ടിയിട്ടു. ഇനിയിപ്പോൾ നമ്മളുടെ മാവ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഏകദേശം ഒരുപാട് സൈസ് വലുപ്പത്തിനൊന്നും നമ്മൾ തയ്യാറാക്കുന്നില്ല. നമ്മളിപ്പം കടകളിൽ നിന്ന് കിട്ടുന്ന അത്രയും വലുപ്പത്തിനുള്ള പപ്സ് അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ ചെറിയ പപ്സാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 5 ബോൾസായിട്ടാണ് ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് 5 ബോൾസായിട്ടൊന്ന് ആക്കി എടുത്ത് വെക്കാം. ഇപ്പം ഈ 5 ബോൾസിനെ നമ്മൾ പിന്നെയും പകുതിയായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് 10 എണ്ണം എന്ന അളവിൽ കിട്ടും. അപ്പോൾ ഓരോ ബോൾസ് വീതം എടുത്ത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ നന്നായിട്ട് ഒരു തിൻ ലെയറായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിലും ഇച്ചിരിയും കൂടെ സ്മൂത്തായിട്ട് നമുക്കപ്പം നന്നായിട്ട് പൊടി തൂവിയിട്ട് പരത്തിയെടുക്കാം. ഇപ്പം ഇതിപ്പോൾ നല്ല തിൻ ലെയറായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഞാനിപ്പോൾ നെയ്യാണ് തൂത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും തൂത്ത് കൊടുക്കാം. നമുക്ക് നെയ്യ് തൂത്ത് കൊടുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ക്രിസ്പായിട്ട് നമ്മുടെ പപ്സ് കിട്ടുന്നതാണ്. അതിനാണ് നെയ്യ് തൂത്ത് കൊടുത്തത്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് നമുക്ക് 2 വശത്തു നിന്നും ഒന്ന് അകത്തേക്ക് മടക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതിന് പപ്സിന് വേണ്ട ലെയർ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ മാവ് ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. വീണ്ടും നമുക്ക് ഇതിന് മുകളിലേക്ക് നെയ്യ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും ഒരല്പം
മൈദ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതിനെ ഒന്നും കൂടെ മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇത് പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ചപ്പാത്തി റോൾ വെച്ച് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അതായത് ഇത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെയൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം. തിരിച്ചിട്ട് രണ്ട് സൈഡും നമുക്ക് പരത്തിയെടുക്കാം. നമുക്കിതൊരു തവണ ചെയ്യുമ്പോൾ മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുകയുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും. അതിനുശേഷം വീണ്ടും നമ്മൾ അതിന് മുകളിലേക്ക് ഇത്തിരി നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മൈദയും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് റോളാക്കി എടുക്കണം. ഇനിയും റോളാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടൈറ്റിൽ തന്നെ വേണം അത് റോളാക്കി എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഇത് റോളാക്കിയതിന് ശേഷം നമുക്ക് ഇത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ലെയേഴ്സ് പപ്സായി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു വലിയ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി പകുതിയായിട്ട് മുറിച്ചെടുക്കാം. അപ്പം നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒരു നൂലെടുത്തിട്ട് അതുകൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ആ ഷേപ്സിൽ തന്നെ കിട്ടാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് നമുക്കിതൊന്ന് നൂല് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് ആ ഓരോ കട്ട് ചെയ്തതും നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നല്ല വശം നമുക്ക് മുകളിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട്. നമുക്ക് ഒരുപാട് വലുപ്പത്തിലൊന്നും പരത്തിയെടുക്കേണ്ട, അത്യാവശ്യം ഒരു പൂരിയുടെ വലുപ്പത്തിൽ അത്രയും സൈസിൽ മതി. ഇനിയിപ്പം നിങ്ങൾക്ക് വലിയ പപ്സാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇത് കട്ട് ചെയ്യാതെ ഒരെണ്ണമായിട്ട് തന്നെ ചെയ്യുക. അപ്പം നമ്മൾ നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉരുട്ടിയെടുക്കാറില്ല, അതുപോലെ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് വേറെ ഷേപ്സിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് ലെയറായിട്ട് കിട്ടാനായിട്ട് ഈ ഷേപ്സ് ചെയ്യുന്നതാണ് ലെയറായിട്ട് കിട്ടാനായിട്ട് നമുക്ക് എളുപ്പം. ഇതിപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലൊക്കെ കൈ വെച്ച് ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുത്താൽ മതി. ഇതിപ്പം നമുക്ക് ഇപ്പോൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് അത്ര വലിയ ഒരു സൈസായിട്ട് തോന്നില്ല. പക്ഷേ ഇത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇത് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ബോൾസും പരത്തി ഇതുപോലൊക്കെ നമുക്ക് റോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഫില്ലിങ് വെച്ച് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇനിയൊന്ന് വേഗം ചെയ്തെടുക്കട്ടെ. അപ്പം ഇവിടെ ഞാൻ എല്ലാം ഇതുപോലെ നമുക്ക് ബോൾസ് പരത്തി ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ ഓവറായിട്ട് കുക്കാവരുത്. അതായത് ഓവർ ചൂടിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി മൈദ ആയതുകൊണ്ട് അകമൊക്കെ വേവാതെ പുറം പെട്ടെന്ന് ക്രിസ്പായിട്ട് പോകും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ചൂടാകുന്നതിന് മുന്നേ ഇതൊന്ന് ഇട്ടതിന് ശേഷം നമ്മൾ പിന്നീട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡ് നന്നായിട്ടൊന്ന് നമുക്ക് കളർ ചേഞ്ച് വരുന്നതായിട്ട് കാണാം. ആ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കളർ ചേഞ്ച് ചെയ്ത് ഒരു റെഡിഷ് കളറായിപ്പോവും. അപ്പം നമുക്കിതൊരു ഗോൾഡൻ കളറിലാണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയം നമുക്ക് ഒരു വശം അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് നമ്മളുടെ ഈ മിക്സ് നന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം കുക്കായി എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് ഇപ്പോൾ കണ്ടോ ഈ ഒരു കളറിലാണ് നമുക്ക് നമ്മുടെ പപ്സ് കിട്ടേണ്ടത്. ഇതിനി നമുക്ക് ഒന്ന് ഇത് അത്രയ്ക്ക് എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ വിചാരിക്കും ഒരുപാട് എണ്ണ കുടിക്കും, ഒട്ടും എണ്ണ കുടിക്കില്ല. നമുക്കിത് കുക്ക് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന സമയം നമ്മുടെ കയ്യിൽ പോലും ഒട്ടും എണ്ണ പിടിക്കില്ല. അതുപോലെ നമുക്ക് ഇത് ഓയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഇത് മുഴുവനും ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇരിക്കുന്ന ബാക്കി മുഴുവനും കൂടെ ഞാനിതുപോലെ ഒന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിനെസ്സോടുകൂടി തന്നെയാണ് നമുക്ക് നമ്മുടെ പപ്സ് റെഡിയാക്കി കിട്ടിയിരിക്കുന്നത്. അത് തന്നെയല്ല നമുക്ക് പുറത്ത് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ എനിക്ക് തോന്നുന്നു അതിലും ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിട്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ചൂടോടുകൂടി കഴിക്കുമ്പം സൂപ്പർ ടേസ്റ്റാണ്, പൊളിയാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അല്ല മുതിർന്നവർക്കാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഫില്ലിംഗ് ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ തന്നെ തയ്യാറാക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഒരുപാട് സൈസിലൊന്നും അല്ലെങ്കിലും നമുക്ക് ഈ ഒരു സൈസ് മതി വീട്ടിലൊക്കെ
കഴിക്കുമ്പോൾ ഈ ഒരു സൈസൊക്കെ മതി. അത്യാവശ്യം 2 കഴിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ തന്നെ ഇത് ഉണ്ട്. നമ്മൾ ഇപ്പം ആ അളവിൽ തയ്യാറാക്കി എടുത്തപ്പോൾ ഇത് നിങ്ങൾക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാലോ എന്ത് ലെയർ അതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്ന്. ഒരുപാട് ലെയറായി തന്നെ നമുക്ക് അതിന് ഉൾഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ട്. അകമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഒരു ലോ ടു മീഡിയമിൽ ഇട്ട് മാത്രം കുക്ക് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ എല്ലാം കൂടി ഒരു 30 മിനിറ്റ് തികച്ച് വേണ്ട നമുക്ക് ഈ പപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ ഈസിയാണ്, സൂപ്പർ ടേസ്റ്റുമാണ്. ഇനിയും ചൂടൊക്കെ പോയി തണുത്താലും ആ ക്രിസ്പിനെസ്സിനൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് ചൂടാറിയാലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് മിസ്സാക്കരുത്, അത്രയ്ക്ക് ടേസ്റ്റിയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.